അനിയേട്ടത്തിയുടെ ജാതകം ഒന്ന് വേണം. അമ്മ പറഞ്ഞിട്ടാ. എന്തോ വഴിപാട് കഴിക്കാനാണത്രേ. പിന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്യണം. അതെ, ഇവിടെ കാണാനില്ല മോളെ. നിന്നെ കണ്ടപ്പോ വിജയനും ശാരദയ്ക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പിരിഞ്ഞു പോവാമെന്നവൾ സമ്മതിച്ചു. ഇത്ര പെട്ടെന്ന് അതങ്ങനെ സാധിച്ചു? മഹാലക്ഷ്മിയെ നോട്ടിന്റെ കെട്ടുകളായി കവടിപ്പലകി വന്ന് വീഴുമ്പോ നടക്കില്ലെന്ന് കരുതുന്നതൊക്കെ നടക്കും. ഇനി പുതിയ ഒരു കേസിലും എന്നെ തേടി വരരുത്. മനസ്സിൽ തൊട്ടാ പറയുന്നത്. ക്രിമിനലുകളുടെ കൂട്ടത്തിൽ ഇനി ഒരിക്കലും ഭരതന്റെ പേരുണ്ടാവില്ല. കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ ഉപദ്രവിക്കരുതെന്ന് നിങ്ങളുടെ പുതിയ ഡിവൈഎസ്പിയോട് ഒന്ന് പറയണം. ഭരതനെ കൊല്ലാൻ ഇന്നലെ രാത്രി നിങ്ങളൊരു കൊലയാളി അയച്ചിരുന്നില്ലേ? അയച്ചിരുന്നു. എന്താ, കൊന്നോ? ഇല്ല, അവനെ ഭരതൻ പൊക്കി ജീവനോടെ. രാത്രിക്ക് രാത്രി അവനെ വേണ്ടപ്പെട്ടവർക്ക് വിട്ടുകൊടുത്തു. ശരീരം നോവുമ്പോഴൊക്കെ അവൻ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഭരതനെ കൊല്ലാൻ ഇന്നലെ രാത്രി നിങ്ങളൊരു കൊലയാളി അയച്ചിരുന്നില്ലേ? അയച്ചിരുന്നു. എന്താ, കൊന്നോ? ഇല്ല, അവനെ ഭരതൻ പൊക്കി ജീവനോടെ. രാത്രിക്ക് രാത്രി അവനെ വേണ്ടപ്പെട്ടവർക്ക് വിട്ടുകൊടുത്തു. ശരീരം നോവുമ്പോഴൊക്കെ അവൻ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു. ആ കുളത്ത് ഒരു ഗോഡൌൺ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് പോകണ്ട. വേട്ട തുടങ്ങിക്കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. എനിക്ക് ആ കുളത്ത് അങ്ങനെ ഒരു ഗോഡൌൺ ഇല്ലല്ലോ മഹേന്ദ്ര. അറിയാം, ബിനാമി. അരമണിക്കൂറിനുള്ളിൽ അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ അവനെ പൊക്കും. അയാൾ ചൂണ്ടിക്കാണിച്ച് തരും നിങ്ങളെ. കഴിഞ്ഞ കൊല്ലം ചത്തുപോയ അയാള് ഇപ്പോഴെങ്ങനെ മഹേന്ദ്ര ഈ വിശ്വംഭരനെ ചൂണ്ടിക്കാണിച്ച് തരുന്നത്? ഇംപോസിബിൾ. ഞാൻ ഇതും പ്രതീക്ഷിച്ചു. സ്വന്തം പേരിൽ എനിക്കിവിടെ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഈ വീട് പോലും ഭാനുമതിയുടെ പേരില. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ തെളിവ് വെച്ച് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പേടിക്കുന്ന എന്തിനാ? നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നതല്ല. VIP കളാകുമ്പോ വന്ന് പറയണ്ടേ, അറിയിക്കേണ്ടേ വിവരങ്ങളൊക്കെ? അതിന്റെ ഭാഗമായിട്ട് വന്നേ ഉള്ളൂ. പോട്ടെ. ഭരതൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന ആ സമ്മാനത്തിന് ഇത്രയും വിലയുണ്ടെന്നറിഞ്ഞില്ല. ഇനിയും ഉണ്ടാവും അവന്റെ നാവിൻ തുമ്പിൽ നിങ്ങളുടേതല്ലാത്ത ചില ഗോഡൌണുകൾ കൂടി. ഉടമസ്ഥൻ ചത്തുപോയാലും കള്ളപ്പണവും സ്വർണവും സ്വർണ്ണ ബിസ്ക്കറ്റും ബ്രൗൺ ഷുഗറും ഒക്കെ കാണും അവിടെ. തൽക്കാലം ഞങ്ങൾക്കത് മതി. ഇന്നലെ രാത്രി ഭരതനെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ചിരുന്നു അല്ലേ? മഹേന്ദ്രൻ സാർ പറഞ്ഞത് ഞാൻ കേട്ട് വിശ്വേട്ട. ഒറ്റ രാത്രി കൊണ്ട് എത്ര കോടിയാ നഷ്ടമായത്? ഇതുപോലെ ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. നഷ്ടപ്പെടുമ്പോ ഞാൻ ദുഃഖിക്കാറില്ല, നേടുമ്പോ സന്തോഷിക്കാറില്ല. ഇപ്പൊ പോയതിന്റെ ഇരട്ടി ഉണ്ടാക്കി ഞാൻ. ഇപ്പൊ എന്റെ മനസ്സിൽ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളൊന്നുമില്ല. ആകെയുള്ളത് അവൻ മാത്രം, ഭരതൻ. ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാം ഉപേക്ഷിച്ച് ഒതുങ്ങി കഴിയാണവൻ. അവനെ പ്രകോപിപ്പിക്കരുത് വിശ്വേട്ട. പ്രകോപിപ്പിച്ചാൽ ഇതുപോലെ പലതും നഷ്ടായിന്ന് വരും. അരുത്.
കൈക്ക് വേദനയുണ്ടോ? വേദന മനസ്സിന് അശ്വതി. അതെന്താ? അടങ്ങി ഒതുങ്ങി ജീവിച്ചാലും മുതലാളി വെറുതെ വിടില്ല. പോലീസിന് ഞാൻ നല്ലവനായി എന്ന് വിശ്വാസമില്ല. ഇന്നലെ രാത്രി മഹേന്ദ്രൻ സാർ എന്നോട് ചോദിച്ചു, ആരാ ഭാസ്കര മേനോനെ കൊന്നതെന്ന്. അത് ഭരതേട്ടൻ അറിയാമോ? അറിയാം. ആരാ കൊന്നത്? ആരാ ഭാസ്കര മേനോൻ? മഹേന്ദ്രൻ സാറിന്റെ അച്ഛൻ. എന്തിനാ കൊന്നത്? എന്നോട് പറയാൻ മടിയുണ്ടോ? പഴയതൊക്കെ ഞാൻ മറന്നു തുടങ്ങിയതാ. ഇനി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. പണ്ട് ഭരതേട്ടൻ പോലീസ് തേടുന്ന കുറ്റവാളിയായിരുന്നു. ഇനി പോലീസിനെ സഹായിച്ചുകൊണ്ട് ആ പേര് മാറ്റിയെടുത്തൂടെ? പോലീസിനെ സഹായിച്ചാലും ആവശ്യം വരുമ്പോ അവരെ രക്ഷിക്കില്ല. ചെറിയൊരു ഭാഗ്യം കൊണ്ടാ മയക്കുമരുന്ന് കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞിട്ടും പോലീസ് അത് വിശ്വസിച്ചില്ല. പക്ഷേ ഭാസ്കര മേനോനെ കൊന്നത് ആരാണെന്ന് മഹേന്ദ്ര സാറിനോട് പറഞ്ഞാൽ അദ്ദേഹം ഭരതേട്ടനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സഹായിച്ചേക്കാം. പക്ഷേ കൊലയാളികൾ ഈ വീട്ടിൽ നിന്ന് മാറില്ല അശ്വതി. ഇന്നലെ രാത്രി രക്ഷപ്പെട്ടതുപോലെ എപ്പോഴും രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റും. ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടെ ഞാൻ സുരക്ഷിതയാ ഭരതേട്ട. ഭരതേട്ടൻ ഇവിടെ ഉള്ളപ്പോ ഒരു ഈച്ച പോലും അതിക്രമിച്ച് കിടക്കില്ല. എന്നാലും അത് വേണ്ട അശ്വതി. ആരെയും ഉപദ്രവിക്കാതെ നമുക്കിവിടെ ജീവിക്കാം. ഭരതേട്ടൻ ആരെയായി പേടിക്കുന്നത്? വിഷം പറഞ്ഞോ? ആരെയും പേടിയില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഒഴിഞ്ഞു മാറുന്നോ? എന്നാലും എന്നോട് പറഞ്ഞൂടെ ആരാ ഭാസ്കര മേനോനെ കൊന്നതെന്ന്? നീ ഒന്നും അറിയണ്ട അശ്വതി. മനസ്സ് വെറുതെ പ്രക്ഷുബ്ധമാവും. ഇപ്പോഴുള്ള സമാധാനം നശിക്കും. ഞാനത് മറക്കാൻ ശ്രമിക്കാം. അതിനെപ്പറ്റി വീണ്ടും ചോദിച്ച് പഴയ കാലത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകരുത്. എങ്കിൽ ഭരതേട്ടൻ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ വിശ്വംഭരനും എല്ലാം മറന്നൂടെ? മറക്കണം. അതൊരിക്കൽ കൂടി മുതലാളിയെ ഓർമ്മിപ്പിക്കണം. മുതലാളി ഇനിയും വിളിക്കണോ അയാളെ? എങ്ങനെ? ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഞാനൊരു വിധവയാകുമായിരുന്നു. ഇനി എന്തിനാ വിശ്വംഭരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അറിയാവുന്നതൊക്കെ പോലീസിന് പറഞ്ഞു കൊടുത്തൂടെ? അതിനു മുമ്പ് എനിക്ക് ആ മനുഷ്യനെ ഒരിക്കൽ കൂടി കാണണം അശ്വതി. എന്തിനാ? ഈ ചോരയ്ക്ക് സമാധാനം പറയിക്കാം. ചായ. ഇന്ന് കടയിൽ പോന്നില്ലേ? ഇല്ല. അതെന്താ? മനസ്സിനൊരു പ്രയാസം പോലെ. മായയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? അതുമാത്രമല്ലല്ലോ, പിന്നെയും ഇല്ലേ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. ആ വരണം. അല്ല, ഇതെന്താ രാവിലെ? വെറുതെ ഇന്ന് റൂട്ടൊന്ന് മാറ്റി. ആഹാ. ആ ശാരദേ, ചായ കൊണ്ടുവരാം. ഇരുന്നാട്ടെ. സന്തോഷമായില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? മായ കാണാൻ വന്നുവല്ലോ. മായ? യശോദയും ശോഭയും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവിടെ അങ്ങനെയാ. എവിടെ പോയാലും 3 പേരും ഒന്നിച്ചേ പോവും. ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും സന്തോഷമായെന്ന് മായ പറഞ്ഞു. യശോദ എന്റെ മരുമകളെ പറ്റി എന്താ പറഞ്ഞത്? നല്ലതേ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ യശോദ അങ്ങനെയാ.
പട്ടുപോലെയായി അവളുടെ സ്വഭാവം. ഒക്കെ നിങ്ങളുടെ മായയുടെ മിടുക്കാണെന്നേ ഞാൻ പറയൂ. അതിന് യശോദ ഇവിടെ വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. മായയും വന്നില്ല, ശോഭ മാത്രം വന്നു. മായയുടെ ജാതകം വേണമെന്നും പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ അവര്. നിങ്ങളെ കണ്ടെന്ന് മായയും പറഞ്ഞു. വഴിക്ക് വെച്ച് കൂട്ടുകാരികൾ ആരെങ്കിലും കണ്ടപ്പോ അവരുടെ കൂടെ പോയിട്ടുണ്ടാവും. സാരമില്ല, എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഒരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കരുത്. ചോദിച്ചോളൂ. എന്തിനാ യശോദയ്ക്ക് ഇപ്പോ മായയുടെ ജാതകം? പറയാൻ മറന്നു. ഏതു നേരവും യശോദയും മായയും അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങുക. അമ്മായിയമ്മയ്ക്ക് മരുമകളുടെ ദോഷങ്ങളൊക്കെ തീർത്തേ തീരൂ. നല്ല കാര്യമല്ലേ? ഈശ്വരനെ വിളിച്ചോട്ടേന്ന് ഞാനും കരുതി. ആ, ശോഭയുടെ കയ്യില് ജാതകം കൊടുത്തു വിട്ടോ? അത് പിന്നെ ജാതകം ഇല്ല. എന്നാ തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. എന്താ? ജാതകം കിട്ടിയില്ല എന്ന് പറഞ്ഞാ യശോദ സംശയിക്കോ എന്റെ മോളെ? സംശയോ? എന്തിന്? അത് പിന്നെ എന്താ? ഞങ്ങളുടെ കയ്യിൽ മായയുടെ ജാതകമില്ല. നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടതല്ല, എന്നെ ഒരു അന്യനായി കണക്കാക്കണ്ട. എന്തും നിങ്ങൾക്ക് എന്നോട് പറയാം. അതുകൊണ്ട് മായയ്ക്ക് ഒരാപത്തും വരില്ല. അശ്വതി പോലും അറിഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മായ ഇപ്പോൾ അവിടെ സുഖമായി ജീവിക്കാനെന്നല്ലേ പറഞ്ഞത്? അതെ. ഇനി ജാതകത്തിന്റെ പേരിൽ അവിടെ ഒരു വഴക്കുണ്ടായിക്കൂടാ. ഭഗവാനേ. മായ എന്റെ അനിയത്തിയല്ല. മായ എന്റെ അനിയത്തിയല്ല. അവളെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അച്ഛനും അമ്മയും മരിച്ചു കിടന്നിരുന്ന ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് തന്നതാണ് അവളെ. അതും വാസന്തി എന്ന നല്ലൊരു സ്ത്രീ. മായയ്ക്കറിയാമോ ഈ കാര്യം? ഇല്ല. അവളോട് പറയരുതായിരുന്നോ? പറയാൻ പറ്റില്ല. അതെന്താ? അന്നത്തെ ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ കൊലയാളികൾ പിന്നെയും തേടി വരും. ആ കുടുംബത്തിലെ ഒരു കണ്ണി പോലും ബാക്കിയുണ്ടാവാൻ അവരനുവദിക്കില്ല. നാളും തീയതിയും ഒന്നും അറിയാത്തതുകൊണ്ട് ജാതകം എഴുതിക്കാൻ പറ്റിയില്ല. എന്റെ പൊന്നുമോളുടെ ജീവന്റെ വിലയുള്ള രഹസ്യമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. അധികമാർക്കും ഈ രഹസ്യം അറിയില്ല. ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ ആരോടും പറയില്ല വിജയ. ജാതകമില്ലാത്തതിന്റെ പേരിൽ മായയോട് ആർക്കും ദേഷ്യം തോന്നരുത്. അത് ഞാൻ പരിഹരിച്ചോളാം. എന്റെ അനിയത്തി അല്ലാന്ന് കരുതി അവളെ വെറുക്കരുത്. വെറുക്കാനോ? ഇപ്പോൾ എനിക്ക് അവളോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. നിങ്ങളോട് ബഹുമാനം തോന്നുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ആത്മാവിന്റെ അംശം പോലെ വളർത്തിയില്ലേ, അതുകൊണ്ട്. സമാധാനമായിട്ടിരുന്നോളൂ. ഈ നിമിഷം മുതൽ മായ എന്റെ സ്വന്തം മോള് തന്നെയാണ്. അവളെ വീട്ടിലാരും ഒരു തരി മണ്ണ് തുള്ളിയിട്ട് പോലും നോവിക്കില്ല. ഞാൻ പോട്ടെ വിജയ.
ഭരത, വിശ്വംഭരനില്ല ഇവിടെ. അരുത് ഭരത, അരുത്. ഇപ്പോഴങ്ങോട്ട് പോകരുത്. എന്താ പോയാല്? ആകെ തീ പിടിച്ചു നിൽക്കുക വിശ്വേട്ടൻ. അറിഞ്ഞു കാണൂല്ലോ വിശേഷങ്ങൾ. അറിഞ്ഞു. ദേ, ഇത് കൊലയാളികൾ എനിക്ക് തന്ന സമ്മാനമാണ്. കാണിച്ചു കൊടുക്കണ്ട അയാൾക്ക്. ഭരത, വിശ്വംഭരനില്ല ഇവിടെ. അരുത് ഭരത, അരുത്. ഇപ്പോഴങ്ങോട്ട് പോകരുത്. എന്താ പോയാല്? ആകെ തീ പിടിച്ചു നിൽക്കുക വിശ്വേട്ടൻ. അറിഞ്ഞു കാണൂല്ലോ വിശേഷങ്ങൾ. അറിഞ്ഞു. ദേ, ഇത് കൊലയാളികൾ എനിക്ക് തന്ന സമ്മാനമാണ്. കാണിച്ചു കൊടുക്കണ്ട അയാൾക്ക്. അതിപ്പോ വേണ്ട. ഒന്നും പിന്നത്തേക്ക് വെക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇപ്പോഴങ്ങോട്ട് പോയാ അമ്മ ഇതിൽ ഇടപെടണ്ട. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങളിൽ ഒരാൾ മതി. അമ്മ മാർഗി. നിനക്ക് മതിയായില്ല അല്ലടാ? അത് തന്നെയാ എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. 50 കോടി രൂപയാ ഒറ്റ ദിവസം കൊണ്ട് നീ നഷ്ടപ്പെടുത്തിയത്, അറിയാമോ? ഇനിയും പിന്നാലെ വന്ന കോടികളുടെ എണ്ണം കൂടും. വേണ്ട ഭരത, ഇപ്പോഴൊന്നും പറയണ്ട. ആകെ തകർന്നു നിൽക്ക വിശ്വേട്ടൻ. ഇപ്പൊ നീ ഇവിടെ നിന്ന് അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കും. ഇന്ന് നീ ഇവിടുന്ന് ജീവനും കൊണ്ട് പോകാൻ വിചാരിക്കണം. എന്നാ പിന്നെ നിങ്ങളും ജീവിക്കില്ല. അത്രയ്ക്ക് ധൈര്യമുണ്ട് നിനക്ക്? എന്നാ പിന്നെ കാണട്ടെ നിന്റെ അമ്മടുക്ക്. ഇനി കാണാനൊന്നുമില്ല. എന്നെ കൊല്ലാൻ കൊലയാളികളെ അയച്ച ആ നിമിഷം മുതൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും അവസാനിച്ചു. അതിന് നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല. നീ എന്റെ വെറും ഒരു ഗുണ്ടായിരുന്നില്ല. നെഞ്ചി തൊട്ട് നിങ്ങൾക്കത് പറയാൻ കഴിയും? പറയും. 4 വട്ടം മരണത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം മരിക്കാൻ പോലും തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴും പറയൂ നിങ്ങൾ ഞാൻ വെറും ഒരു ഗുണ്ട മാത്രമായിരുന്നു? പറയൂടാ. നിന്നെ അങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തി കൊണ്ടുവന്നല്ല ഞാൻ. അപ്പൊ ഈ ജീവൻ എന്റെ അല്ലേ? നിങ്ങൾ രണ്ടുപേരും മരിക്കണ്ട. ആർക്ക് വേണമെങ്കിലും എന്നെ കൊല്ലാം. അത് ഞാൻ ചെയ്തോളാം. അത് നടക്കില്ല. എന്റെ മുന്നിൽ വെച്ച് ഇനി അവരെ തൊട്ടാ നിങ്ങളെ ഞാൻ കൊല്ലും. പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. ഇനി ഈ കൈകളിൽ ചോരയാവരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ചോര. ചോര ഒരിക്കൽ പഴച്ചു രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇനിയും വരും കൊലയാളികൾ നിന്നെ തേടി. കരുതിയിരുന്നോ? ഫാസ്റ്റ്. ഏട്ടനെ ഏട്ടത്തിയമ്മയും കണ്ടൂന്ന് മോൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അങ്ങനെ പറയാൻ ആരാ പറഞ്ഞത്? യശോദയാണോ ശോഭയാണോ? അയ്യേ, എന്തിനാ കരയുന്നത്? അച്ഛൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ ഉള്ളൂ. മോക്ക് ഇഷ്ടമല്ലെങ്കിൽ അവിടെ പോകണ്ട. കരയല്ലേ കുട്ടി? എന്താ ഇത്? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ? എന്റെ മോളെ നിങ്ങൾ എന്തിനാ കരയിച്ചത്? ഏട്ടനെ കാണാൻ അവിടെ പോയില്ലേന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഒറ്റ കരച്ചില്. അത് ശോഭ ഒപ്പിച്ച പണിയാ. വഴിക്ക് വെച്ച് അവളുടെ കൂട്ടുകാരിയെ കണ്ടു. പിടിച്ചു പിടിയാലെ ആ പെണ്ണ് ഞങ്ങളെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് കാലം കൂടിയിട്ട് കാണുന്നത് ഞാൻ അവളെ. പെട്ടുപോയി. മായെടുത്തിട്ട് വീട്ടിൽ പോകാൻ പറ്റിയില്ല. അതിന് ഇവള് കരയുന്ന എന്തിനാ?
ഏട്ടത്തിയമ്മ ഒരു പാവാണെന്ന് അച്ഛന് ഇതുവരെ മനസ്സിലായില്ലേ? ആ അതൊക്കെ പോട്ടെ. മായയുടെ വീട്ടിൽ പോയി നീ എന്തിനാ ജാതകം വേണമെന്ന് പറഞ്ഞത്? എന്തു പറ്റി എല്ലാവർക്കും? എന്താ മിണ്ടാത്തത്? ആ ജാതകം അമ്മ എന്നാൾ പറഞ്ഞില്ലേ, ജയേട്ടന്റെ മായടത്തിയുടെയും ജാതകം നല്ലൊരു ജോത്സ്യനെ കൊണ്ട് നോക്കിക്കണമെന്ന്. ആ ആ പറഞ്ഞു. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെ പരിഹാരം ചെയ്യാനാ. ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ കരഞ്ഞത്? അപ്പൊ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നീ എന്ത് ചെയ്യും മോളെ? ഇങ്ങനെ സില്ലി ആകരുത്. നല്ല തന്റെ ഇടം വേണം. പെണ്ണാണെന്ന് പറഞ്ഞ് എവിടെയും മാറി നിൽക്കരുത്. ഇത്രയ്ക്കും പാവമായാൽ ജീവിക്കാൻ പറ്റില്ല. അശ്വതി, ഭരതനില്ലേ മോളെ? താഴെ എങ്ങും കണ്ടില്ല. ഉണ്ടെങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണം. ഇത്രയും നാൾ കണ്ടത് പോരെ, ഇനി കാണണോ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ അവന്റെ അമ്മയല്ലേ മോളെ? ഇങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാ ഭരതേട്ടൻ എപ്പോഴും നിങ്ങളെ കാണാൻ വരുന്നത്. വീട്ടിൽ വരരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് മോളെ. പറഞ്ഞിട്ടും ഭരതേട്ടൻ അവിടെ വരുന്നത് നിങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടല്ലേ. അന്ന് ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ വിശ്വംഭരൻ കൊല്ലില്ലായിരുന്നു എന്റെ ഭരതേട്ടനെ. അതിന് 100 വട്ടം ഞാൻ മാപ്പ് പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയില്ലേ വിശ്വംഭരൻ ഇപ്പൊ എന്റെ ഭർത്താവിനെ വേട്ടയാടുകയാണെന്ന്? കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക്? നിങ്ങൾ ഇവിടെ വരുന്നത് ഭരതേട്ടന്റെ ജീവൻ തന്നെ ആപത്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വരുന്നത് ഭരതേട്ടന്റെ അന്ത്യം കാണാനാണോ? അവൻ എന്റെ ആരാണെന്ന് നിനക്കറിയാലോ. എന്നിട്ടും എന്തിനാ നീ അമ്മയെ സംശയിക്കുന്നത്? ഭരതേട്ടൻ പുറത്തിറങ്ങിയ തിരിച്ചു വരുന്നത് വരെ എനിക്ക് മനസ്സമാധാനമില്ല. ഏത് നേരവും ഭർത്താവിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ. ഞാൻ വിശ്വേട്ടനോട് എപ്പോഴും പറയാറുണ്ട്, ഭരതനൊരു പോറൽ പോലും ഏൽപ്പിക്കരുതെന്ന്. അതുകൊണ്ടാണോ ഇപ്പോഴും ഗുണ്ടകൾ ഭരതേട്ടനെ തേടി വരുന്നത്? അമ്മയും മോനും തമ്മിലുള്ള ഈ ഹൃദയബന്ധം മനസ്സിലാക്കാൻ നിങ്ങളുടെ ഭർത്താവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ അയാൾ ഭരതേട്ടനെ കൊല്ലാൻ നിങ്ങളെ പോലും ഒരു ഉപകരണമാക്കുന്നത്. ഇപ്പോഴും എന്റെ ഭരതേട്ടന്റെ മനസ്സിൽ നിങ്ങളുടെ ഭർത്താവിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇപ്പോഴും അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് ആ കാര്യം അറിയാം മോളെ. എന്റെ കഴുത്തിൽ ഈ താലി ഉള്ളതുകൊണ്ടാ ഭരതൻ വിശ്വേട്ടനെ ജീവനോടെ ബാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാരുണ്യം ഇനി പ്രതീക്ഷിക്കരുത്. ഭരതേട്ടനെ തേടി ഇനി ഒരു കൊലയാളി ഇവിടെ വന്നാൽ ഞാൻ പറയും ഭരതേട്ടനോട്, നിങ്ങളുടെ ഭർത്താവ് ജീവനോടെ ഉണ്ടാവരുതെന്ന്. മോളെ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളെപ്പോലെ ഞാനും ഒരു ഭാര്യ. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് വിധവയാവാൻ പറ്റില്ല. കരയരുത്, ജയന് സംശയം തോന്നും. പാലവന് കൊടുത്തിട്ട് മോള് വേഗം വരണം. മനുഷ്യന്റെ മനസ്സാ, അരുതാത്ത ചിന്തകളൊക്കെ വരാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. അവൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉറക്കം വരുന്നെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാ മതി. മോളായിട്ട് ഈശ്വരന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഭൗതി? ഉണ്ടായിരുന്നില്ല, കാശിക്ക് പോയിരിക്കായിരുന്നു. ആണോ? അല്ല, കാശിയിലെ വിശ്വനാഥന് സുഖം തന്നെയാണോ? ഏത് വിശ്വനാഥൻ?
അപ്പൊ കാശി പോയിട്ട് വിശ്വനാഥനെ കണ്ടില്ലേ? കഷ്ടം. ഇടീ വിശ്വനാഥൻ എന്ന് പറഞ്ഞ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അങ്ങേരാണല്ലോ ഈ വ്രതവും വഴിപാടും പൂജയൊക്കെ നടത്താൻ നിന്നോട് പറഞ്ഞത്. ദേ, ഈശ്വരന്മാരെ കളിയാക്കണ്ട കേട്ടോ. വ്രതം ആചരിക്കണമെന്ന് ആരും പറഞ്ഞതല്ല, ഞാനായിട്ട് സ്വയം ചെയ്യുന്നതാ, നമ്മുടെ നന്മയ്ക്ക്. അതെന്താ കുട്ടന് മനസ്സിലാവാത്തെ? ഈയിടെയായി നീ എന്നെ പല പല പേരുകളും വിളിക്കുന്നുണ്ട്. സ്നേഹം കൂടിയിട്ടാണോ അതോ എന്താ കുട്ടാന്ന് വിളിച്ച ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെടണോ? ഓക്കെ, നിനക്കിഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് നമ്മൾ രണ്ടുപേരും തനിച്ചുള്ളപ്പോ മാത്രം മതി. ഓ, ഞാൻ പോട്ടെ, സമയം ഒരുപാടായി. കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കേ. എന്തിനാ? വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാലോ. അയ്യോ, എന്നിട്ടേ ഇടയ്ക്ക് ഓരോ കുസൃതി കാട്ടാനല്ലേ? വേണ്ടാട്ടോ. ദേ, എന്നെ ഒരുപാട് ഇഷ്ടാണെന്നല്ലേ പറഞ്ഞത്? അത് സത്യമാണെങ്കിൽ എന്റെ കുട്ടൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കണം. ഓ, കൃത്യമായിട്ടൊരു സമയം പറ. ഈ പവർ കട്ട് പോലെ. മനസ്സിലായില്ല. ഈ കറണ്ട് പോയാലേ അരമണിക്കൂർ കഴിഞ്ഞ് വരുമെന്ന് നമുക്കറിയാലോ. അതുപോലെ ഒരു ഡെഡ് ലൈൻ കിട്ടിയാല് ഈ കാത്തിരിപ്പിനൊരു സുഖം ഉണ്ടാവും. എന്നാലേ ഈ പവർ കട്ട് അനിശ്ചിത കാലത്തേക്കാ. ആണോ? അപ്പൊ ഞാനൊരു ഇൻവേർട്ടർ വാങ്ങി വയ്ക്കുന്നതായിരിക്കും ബുദ്ധി. ദേ, കൊല്ലും ഞാൻ. ഈശ്വര. കുട്ടാ, ഗുഡ് നൈറ്റ്. എന്താ സാർ? ഞാൻ ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ട്. ആ രഹസ്യറ തുറക്കാറായോ? ഇനി പഴയതൊന്നും ഞാൻ ഓർമ്മിക്കില്ല. നീ എന്നെ ഏൽപ്പിച്ച ഗുണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നാലും വിശ്വംഭരനെ അറസ്റ്റ് ചെയ്യാൻ അത്രയും തെളിവുകൾ പോരാ. ഉപദ്രവിക്കരുത്, എന്നെ വിട്ടേക്കണം സാർ. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഒരേ ഒരു ചോദ്യം, ഒരു ഉത്തരം. പിന്നെ നിന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവില്ല. ഭാസ്കര മേനോനെ കൊന്നത് ആരാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അത് ഞാനല്ല. പിന്നെ മറ്റൊന്നും എനിക്കറിയില്ല. അത് വിശ്വംഭരനല്ലേ? അറിയില്ലെന്ന് പറഞ്ഞില്ലേ സാർ? എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് എനിക്ക് അറിയണം. ഭരത, സാറിനത് വിശ്വംഭര മുതലാളി തന്നെ ചോദിച്ചൂടെ? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. എനിക്കറിയേണ്ടത് നീ അത് പറഞ്ഞു തരുമോ എന്ന് മാത്രമാണ്. ഇല്ല. എന്തിനാ നീ അയാളെ ഇപ്പോഴും രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അയാളാണ് എന്നെ എടുത്തു വളർത്തിയത്. എടുത്തു വളർത്തിയ ആളാ ഇപ്പൊ കൊല്ലാൻ നടക്കുന്നത്. മനസ്സ് മാറി എന്ന് നീ പറയുന്നത് സത്യമാണെങ്കിൽ കുറ്റവാളികളെ എനിക്ക് കാണിച്ചു തന്ന് ഈ നാടിനോട് നീതി കാണിക്ക്. പോലീസിനെ സഹായിച്ച് നീ കാണിച്ച തെറ്റുകളൊക്കെ തിരുത്ത്. ആരെയും ഉപദ്രവിക്കാതെ പഴയ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുക ഞാൻ. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. എന്റെ മനസ്സിലിപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ കാക്കി ഇട്ടുകൊണ്ട് സാർ ഇനി എന്നെ കാണാൻ വരരുത്. എന്താ വില്യംസ്? മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഭരതൻ പിന്നെയും ചതിച്ചു. ചതിച്ചോ? എങ്ങനെ? അവൻ മഹേന്ദ്രനുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവനെ കൊന്നിട്ട് ചത്തു എന്ന് വന്ന് പറഞ്ഞതിന് പകരം പോയിക്കൊന്നെ മുന്നിന്ന്, അല്ലെങ്കിൽ നിന്നെ കൊല്ലി ഞാൻ. ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്താ വിശ്വേട്ടാ? അറിഞ്ഞില്ലേ നിന്റെ ഭരതൻ പോലീസിന് എന്നെ ഒറ്റിക്കൊടുത്തെന്ന്? അതിൽ അത്ഭുതമില്ല. അത് ഞാൻ മുൻപേ പ്രതീക്ഷിച്ചിരുന്നു. നീയാണോ അങ്ങനെ ചെയ്യാൻ അവനോട് പറഞ്ഞത്? അതാരെങ്കിലും പറയണോ? ചോദിച്ചതിന് എനിക്ക് ഉത്തരം വേണം. നീയാണോ അവനോട് പറഞ്ഞത് പോലീസിന് എന്നെ ഒറ്റിക്കൊടുക്കാൻ? അവനെ ഉപദ്രവിക്കരുതെന്ന് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും
നിങ്ങൾ അവനെ കൊല്ലാൻ ആളയച്ചു. അവനും പറഞ്ഞിട്ടില്ലേ പിന്നാലെ വരരുതെന്ന്. എന്നിട്ടും എന്തിനാ നിങ്ങളും നിങ്ങളുടെ ഗുണ്ടകളും എപ്പോഴും അവനെ വേട്ടയാടുന്നത്? ഇപ്പോഴും നീ എനിക്ക് ഉത്തരം തന്നില്ല. എനിക്കറിയണം ഭാനുമതി, നീ എന്റെ ഭാര്യ തന്നെയാണോ അതോ ശത്രു? അതിന്റെ ഉത്തരം തരേണ്ടത് ഞാനല്ല, നിങ്ങളുടെ മനസാക്ഷിയാ. എങ്കിൽ എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ശത്രു, ഇനി എന്തിനാ വേഷം കെട്ടി എന്റെ കൂടെ? എന്താ? ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് വെറുതെ. ഒരു കാശിനും കൊള്ളാത്ത ജന്തുക്കൾ. മുതലാളി അത് മിണ്ടിപ്പോരുത്. ഓ, ഇയാൾക്കിന് എന്താണാവോ? എന്താണാവോ വീണ്ടും ഒരു വിസിറ്റിംഗ്? ഇത്തവണ വന്നത് വെറുതെ കണ്ട അനുഗ്രഹം വാങ്ങാനല്ല, പിന്നെ കൊണ്ടുപോകാൻ. എങ്ങോട്ട്? അമ്മായി അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തൽക്കാലം ഈ വീരശൃംഖല കയ്യിലോട്ടൊന്ന് അണിയണം. വേണ്ട വേണ്ട മഹേന്ദ്ര, ഒരിക്കലും എന്നെ തൊട്ടേനെ. ഞാൻ നിനക്ക് നല്ല സമ്മാനം തന്ന അന്ന് നീ രക്ഷപ്പെട്ടു. ഇനി രക്ഷപ്പെടില്ല, കൊല്ലും ഞാൻ നിന്നെ. സഹായിക്കാൻ ഇനി ഭാനുമതി ഉണ്ടാവില്ലെന്നല്ലേ നിങ്ങൾ സൂചിപ്പിച്ചത്? അറിയാം, അവര് ഹോസ്പിറ്റലിലാണ്. അവൾക്ക് അങ്ങനെ ഒരു ഔദാര്യം കിട്ടി. ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, നിനക്കതും കിട്ടില്ല. ജീവനോടെ കത്തിച്ച് കടലിൽ കലക്ക് ഞാൻ. അതപ്പോഴല്ലേ? അതുവരെ ഞാൻ ജീവനോടെ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ SP ആയി. എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കിട്ടിയ തെളിവുകൾ പോര മഹേന്ദ്ര. അത് പറയേണ്ടത് നിങ്ങളല്ല, എന്റെ കൂടെയുള്ള വേറൊരാളാണ്. അതാരാണാവോ? പറയാം. തൽക്കാലം ആ കൈയൊന്ന് നീട്ടും. സാറ് സ്ഥലം കാലിയാക്ക്. തടയാൻ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞത് നിന്നെ ഉദ്ദേശിച്ചാണ്. മാറി നിൽക്ക്. ജയിച്ചു നേരുന്നണ്ട. 1 മണിക്കൂർ മതി എനിക്കിവിടെ തിരിച്ചു വരാൻ. ഒരേ 1 മണിക്കൂർ. പക്ഷെ അതിനുള്ളിൽ 2 പേര് ഈ വിശ്വംഭരന് വഴിയൊഴിഞ്ഞു തരണം. ഒന്ന് നീ, പിന്നെ ഈ വിശ്വംഭരന് ഒറ്റിക്കൊടുത്തത്. ആഗ്രഹിച്ചു വന്നല്ലേ, കൊണ്ടുപോയിക്കോ. ആ, കാര്യങ്ങൾ നീ ഇവിടം വരെ എത്തിച്ചത് ഞാനല്ല, നിങ്ങളാ. എന്നെ തോപ്പിച്ചിട്ട് ഈ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാന്ന് നിനക്ക് ആരുടെ പറഞ്ഞത്? ഭാനുമതിയാണോ അതോ അശ്വതിയോ?
പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ അമ്മയെ തൊട്ടാ എന്ത് സംഭവിക്കുമെന്ന്. പ്രാർത്ഥിക്ക് അവര് ജീവനോട് ആശുപത്രിയിൽ തിരിച്ചു വരാൻ. ഒരു ബുള്ളറ്റ് കൊണ്ട് തീർത്തേനെ ഞാൻ. രക്ഷപ്പെട്ടോള്. നന്നായി. അതുകൊണ്ടാ നിങ്ങളിപ്പോ ജീവനോടെ എൻ്റെ മുന്നിലുള്ളത്. അഭിമുഖം അവസാനിപ്പിച്ച് മുതലാളി കാറിലോട്ടൊന്ന് കേറിയാട്ടെ. കല്യാണം കഴിഞ്ഞതോടെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു നീ? മനഃപൂർവ്വമല്ലേ ചേച്ചി, സമയം കിട്ടണ്ടേ? അതിന് നിനക്കവിടെ എന്താ ഇത്രയധികം പണി? നാത്തൂനും അമ്മായിയൊക്കെ സഹായിക്കില്ലേ നിന്നെ? രണ്ടുപേരും ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല. കോളടിച്ചല്ലോ. ഇങ്ങനെയുള്ള ഒരു അടിപൊളി അമ്മായിയമ്മയും നാത്തൂനെയും ഏത് പെണ്ണിന് കിട്ടും? എന്നാലും ഈ കല്യാണം വേണ്ടായിരുന്നു ചേച്ചി. അതെന്താടി? ജയകൃഷ്ണനെ ഇഷ്ടമായിരുന്നില്ലേ നിനക്ക്? പക്ഷേ യമുനയുടെ സ്നേഹത്തിന്റെ ആഴം ഇപ്പോഴാ എനിക്ക് അറിയാൻ പറ്റിയത്. പാവം പെണ്ണ്. അതൊക്കെ അവളുടെ വിധിയമായേ, നമുക്ക് തടയാൻ പറ്റില്ല. അതിരിക്കട്ടെ, പറഞ്ഞ പോലെ തന്നെ ജയകൃഷ്ണൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കുന്നുണ്ടോന്നോ? അക്കാര്യത്തിൽ ഞാൻ മറ്റേതൊരു പെണ്ണിനേക്കാളും ഭാഗ്യവതിയാണ്. പിന്നെന്താ പ്രശ്നം? യമുനയാണോ? അവളോട് വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കാൻ പറയടി. ഇനി ജയകൃഷ്ണനെ കിട്ടില്ലല്ലോ. ഭരതേട്ടൻ എവിടെ? അറിഞ്ഞില്ലേ? അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയി. ജാമ്യത്തിൽ ഇറക്കായിരുന്നില്ലേ? അതിന്റെ ആവശ്യമില്ല. പോലീസിന് മതിയാവുമ്പോ ഇവിടെ കൊണ്ടുവന്ന് വിട്ടോളൂ. ഇപ്പോഴും ഭരതേട്ടനോട് വെറുപ്പാണോ ചേച്ചിക്ക്? എന്താ സംശയം? വേണ്ട ചേച്ചി, കഴിഞ്ഞതൊക്കെ ഇനിയെങ്കിലും ചേച്ചി മറക്കണം. എന്നിട്ട് ഭരതനെ ഈ ഭൂമിയിൽ സ്വതന്ത്രനായി ജീവിക്കാൻ വിടണോ അല്ലേ? ഭർത്താവായി കരുതി ആത്മാർത്ഥമായി സ്നേഹിക്കണോ അല്ലേ? എങ്ങനെ പറയാൻ മനസ്സ് വന്നു നിനക്ക്? എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അവനെ കൊല്ലണ്ടേ ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോ? എന്നാലും ചേച്ചി, നിനക്കറിയാമോ മോളെ, ഒരുപാട് പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ചവനാ ഭരതൻ. ഈ അശ്വതി അവരിൽ ഒരാൾ മാത്രമേ ആവുന്നുള്ളൂ. അവർക്കൊക്കെ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് പൊരുതുക അവനോട്. ഇതൊക്കെ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ ഭരതേട്ടൻ ഇപ്പോ ഒരുപാട് മാറിയില്ലേ ചേച്ചി? എനിക്കൊരു ഏട്ടന്റെ സ്നേഹം തന്നില്ലേ? എന്റെയും ചേട്ടന്റെയും കല്യാണം നടത്തി തന്നില്ലേ? നോക്ക്, ഇപ്പൊ ഭരതേട്ടൻ നല്ലൊരു മനുഷ്യനാ ചേച്ചി. അത് നിനക്ക്. എനിക്ക് അയാളൊരു ചെകുത്ത മാത്രം. ഒപ്പം നിൽക്കുമ്പോ ഞാൻ കാണുന്നത് എന്നെ നശിപ്പിച്ചവനെയാ. സ്നേഹിക്കാൻ പറ്റില്ല. അഭിനയിക്കുമ്പോ പോലും അറിയാതെ പുറത്തു വന്നു പോകും ദോഷം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ മനസ്സ് മാറില്ലെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷെ പിന്നെ എന്താ പരിഹാരം? അത് പറഞ്ഞു തരാൻ ഈ അമ്മയ്ക്ക് പറ്റില്ല മോളെ. ഞാൻ ഇവിടുന്ന് പോണം, അതാണോ അമ്മ ഉദ്ദേശിച്ചത്? അങ്ങനെ നീ ഇവിടുന്ന് പോയാൽ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അയ്യോ, അവിവേകമൊന്നും കാട്ടണ്ട. അതല്ലാതെ ഇനി മറ്റൊന്നും ചെയ്യാനില്ല. നീ എങ്ങോട്ട് പോകും മോളെ? പോണോന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. എങ്ങോട്ടാണെന്ന് ഇനി കണ്ടുപിടിക്കണം. പോണമെന്ന് നിർബന്ധമാണെങ്കിൽ ഏട്ടന്റെ വീട്ടിലേക്ക് മാത്രമേ പോകാവൂ. ആലോചിച്ചതാ. നിറഞ്ഞ സന്തോഷത്തോടെ അല്ലാതെ ഇനി ചേട്ടനെ കാണാൻ പറ്റില്ല. ചേട്ടനെ ഉപേക്ഷിച്ച് വന്നതാണെന്ന് പറയുമ്പോ അവരെന്നെ അകത്തേക്ക് വിളിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ എങ്ങോട്ട് പോകും നീ? പോണം. പോവാതിരിക്കാൻ പറ്റില്ല. അനാഥാലയത്തിലേക്കാണെങ്കിലും പോയേ തീരും. ഇപ്പൊ എന്റെ പ്രശ്നം അതല്ല. തക്കതായ ഒരു കാരണം വേണം. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു പോവും? എന്റെ മോളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് യമുനെ ഒന്ന് കാണണം. ആരും അറിയാതെ തനിച്ച് അവളോടൊന്ന് സംസാരിക്കണം. പക്ഷേ മോളെ, അമ്മ എതിരൊന്നും പറയരുത്. തീരുമാനിച്ചു. നാളെ വൈകുന്നേരം അവളോട് ബീച്ചിൽ വരാൻ അമ്മ പറയാമോ? നീ എന്താ അവളോട് പറയാൻ പോകുന്നത്? നെഞ്ചിനുള്ളിൽ നിന്ന് പറിച്ചെടുത്ത് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്റെ ജീവന്റെ ജീവനം. ജയേട്ടനെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കരുതെന്ന് എനിക്ക് അവളോട് പറയണം. പിന്നെ യാത്രാമൊഴിയും. എന്തിനാ അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതെനിക്കറിയില്ല മോളെ. ജയനെ പറ്റി അവൾക്ക് എന്തോ നിന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. കൂടിക്കാഴ്ചയ്ക്ക് അവള് തെരഞ്ഞെടുത്ത സ്ഥലം ഏതായാലും നന്നായി. ബീച്ച്. തിരകൾ പോലെ ചിതറിത്തെറിക്കാൻ പോവുകയല്ലേ അവളുടെ ജീവിതം. എന്നാലും നല്ല കരുതല് വേണം. ഒറ്റയ്ക്കാണ് അവിടെ പോകേണ്ടത്. ഈ അമ്മായി എന്താ കൊച്ചുകുട്ടികളെ പോലെ? അവൾ എന്നെ അപകടപ്പെടുത്തുമെന്ന് ഭയന്നിട്ടാണോ? അങ്ങനെ ചിന്തിച്ചൂടെ എനിക്ക്? സൂക്ഷിക്കേണ്ടത് ഞാനല്ല, അവളാ. ഏതു നേരത്തെ കലിയിളകാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ജയേട്ടന്റെ താലി അവളുടെ കഴുത്തി കണ്ട എന്റെ സമനില തെറ്റിന്ന് വരും. തിടുക്കപ്പെട്ട അവിവേകം ഒന്നും കാട്ടരുത്. അവൾ ഒഴിഞ്ഞു പോകാന്ന് സമ്മതിച്ചല്ലോ. എങ്കിലും ഒഴിഞ്ഞു പൊയ്ക്കൂടെ? എന്തിനാ കടൽക്കരയിൽ ഒരു മീറ്റിംഗ്? സങ്കടം പറഞ്ഞെന്റെ മനസ്സ് മാറ്റാനോ? കാൽക്കൽ വീണൊരു ജീവിതം തരണമെന്ന് പറഞ്ഞ് യാചിക്കാനോ? നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാം. അവൾ അവിടെ വരുന്നത് നിന്നോട് മാപ്പ് പറയാനാണെങ്കിലോ? അങ്ങനെ വെറുതെ മാപ്പ് പറഞ്ഞാൽ തീരുന്നാണോ അവൾ എന്നോട് ചെയ്ത ക്രൂരത? നീ പറയുന്നൊക്കെ ശരിയാ മോളെ. എന്നാലും തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പിരിഞ്ഞു പോകാന്ന് അവള് പറഞ്ഞാൽ നമ്മൾ അതിനെ അവളെ അനുവദിക്കണം. ഇനി ഒരിക്കലും ഈ പരിസരത്ത് വരരുതെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കണം. തൽക്കാലം അത് മതി. വരട്ടെ ബീച്ചിൽ. അവൾ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയട്ടെ. എന്താ വേണ്ടതെന്ന് എന്നിട്ട് തീരുമാനിക്കാം. നിന്നെ എന്തുകൊണ്ടാണ് മറക്കാൻ പറ്റാത്തതെന്ന് ഒരാളോടും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഈശ്വരന നിന്നെ എനിക്ക് കാണിച്ചു തന്നത്. അതേ ഈശ്വരൻ തന്നെയാ നമ്മളെ ഒന്നിപ്പിച്ചതും. മരണം വരെ നമ്മൾ ഒന്നിച്ചുണ്ടാവും. ഇതെന്റെ മനസ്സിന്റെ വാക്ക്. അതുപോലൊരു വാക്ക് നീ എനിക്കും തരണം. നിന്നെ ഞാൻ മാപ്പുസാക്ഷിയാക്കിയാണ് ഭരത. എപ്പോ വിളിച്ചാലും നീ വരണം. എന്നോട് പറഞ്ഞതൊക്കെ കോടതിയിലും പറയണം. ഇപ്പൊ സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്റെ മനസ്സ് മാറിയെന്ന്? ഞാൻ പഴയ ഭരതനല്ലെന്ന്? വിശ്വസിക്കും. ഇത്രയും നാൾ വിശ്വംഭരന്റെ ഗുണ്ടയായിരുന്നില്ലേ? ഇനി നീ പോലീസിന്റെ ഇൻഫോമറാണ്, സുഹൃത്തും. സൂക്ഷിക്കണം. വിശ്വംഭരന്റെ ഒരുപാട് ഗുണ്ടകൾ പുറത്തുണ്ട്. നീ കോടതിയിൽ സാക്ഷി പറയാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്.
പോലീസ് പ്രൊട്ടക്ഷൻ വേണോ? വേണ്ട സർ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഞാൻ നല്ലവനായി എന്ന് വിശ്വസിച്ചു എന്ന്. ഈ വാക്കുകൾ കരുത്തായി ഇനി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ഭരതേട്ടാ, പോലീസുകാർ ഒരുപാട് തല്ലിയോ ഭരതേട്ടാ? ഇല്ല. പിന്നെ എന്തിനാ അവര് പിടിച്ചോണ്ട് പോയത്? പിടിച്ചോണ്ട് പോയതല്ല ശ്രുതി, ഞാൻ നേരിട്ട് പോയതാ. എന്തിനാ? പണ്ട് നടന്നതൊക്കെ മഹേന്ദ്ര സാറിനോട് തുറന്നു പറയാൻ. പഴയ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഭരതേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ? അതൊക്കെ ഇനി ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഇയാളിപ്പോ ഈശ്വരനെ വിശ്വസിച്ചു തുടങ്ങിയോ? അങ്ങനെ തന്നെ വേണം. ഈശ്വരൻ ഭരതേട്ടന് ഒരാപത്തും വരുത്തില്ല. എന്നെ മാപ്പസാക്ഷിയാക്കാമെന്ന് മഹേന്ദ്ര സാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്വംഭരനെ എത്ര കാലം പോലീസിന് ജയിലിനുള്ളിൽ തളച്ചിടാൻ പറ്റും? ഉടനെ അയാൾ പുറത്തിറങ്ങില്ലേ? ഭരതേട്ടനെ തേടി വരില്ലേ? വരട്ടെ. വിശ്വംഭരൻ പുറത്തിറങ്ങിയ കൊല്ലാൻ വരുമെന്ന് മഹേന്ദ്ര സാറിനോട് പറയരുതായിരുന്നു. അതാണ് വിധിയെങ്കിൽ നമുക്ക് തടയാൻ പറ്റുമോ? സാരമില്ല, വരുന്നത് പോലെ വരട്ടെ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യും. പോയിരുന്നില്ലേ ആശുപത്രിയിൽ? പോയിരുന്നു ഭരതേട്ടാ. പക്ഷേ അവരെന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്തിന്? വിശ്വംഭരനെ ജയിലിലാക്കിയത് ഞാനാണെന്നും പറഞ്ഞു. എല്ലാം ഞാൻ ഭരതേട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നതാത്രേ. സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചതാ ഞാൻ ആ സ്ത്രീയെ. എന്നിട്ട് കണ്ടില്ലേ കിട്ടിയ സമ്മാനം? അവിടെ ഇരുന്ന് അമ്മയെ ശുശ്രൂഷിക്കണമെന്ന് കരുതിയതാ. പക്ഷെ അവര് സമ്മതിക്കണ്ടേ? ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. ഭരതേട്ടനെ കാണണ്ടെന്നും. നിനക്ക് ജയേട്ടനെ അത്രയ്ക്കും ഇഷ്ടായിരുന്നു? എന്താ സംശയം? ഈ കടലോളം വരും ആ ഇഷ്ടം. അതിലും കൂടുതലായിരുന്നു. പക്ഷേ ജയേട്ടൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. എന്നെ അനിയത്തിയായി കണ്ടത് ജയേട്ടന്റെ തെറ്റ്. ആ തെറ്റ് നിനക്ക് തിരുത്താൻ പറ്റുമോ? ജയേട്ടനെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാമോന്നാണോ നീ ഉദ്ദേശിച്ചത്? അതെ. മാറ്റി പറയിപ്പിച്ചാലോ? നിന്റെ കഴുത്തിൽ ജയകൃഷ്ണൻ താലി ചാർത്തും. അപ്പൊ നീ എന്ത് ചെയ്യും? അമ്മ നിന്നോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. സ്വാമി പറഞ്ഞതും? അപ്പോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നീ എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? എന്റെ ജയേട്ടനെ നീ പൊന്നുപോലെ നോക്കൂന്നറിയാൻ. മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരേണ്ടി വരുമോ ഞാൻ? എന്താ നോക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പില്ലേ? ഇടയ്ക്ക് വെച്ച് മറ്റാരെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഉപേക്ഷിക്കൂ എന്റെ ജയേട്ടനെ? അമൂല്യമായി ഞാൻ മനസ്സിൽ കാത്തുവച്ചിരുന്ന സ്വപ്നം നീ തട്ടിയെടുത്ത് സ്വന്തമാക്കിയത്. അതെനിക്ക് തിരിച്ചു തരേണ്ടത് നിന്റെ ബാധ്യതയമായേ. നീ തന്നില്ലെങ്കിലും ഞാനത് പിടിച്ചു വാങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോഴത് ബാധ്യതയല്ല, ഞാൻ നിനക്ക് തരുന്ന ഔദാര്യമാണ്. ഇത് പറയാനാണോ നീ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അല്ല. പിന്നെ? പിരിഞ്ഞു പോകാൻ എനിക്കൊരു കാരണം വേണം. അത് നീയാണ്. ഞാനോ? അതെ. ജയേട്ടനോട് നീ ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് കേൾക്കണം. പക്ഷെ ജയേട്ടൻ അനീതിയാണെന്ന് പറയുമല്ലേ? അത് നീ കാര്യാക്കണ്ട. ബാക്കിയൊക്കെ എനിക്ക് വിട്ടു തന്നേക്ക്. നാളെ നീ വരണം ജയേട്ടനെ കാണാൻ. ഞാൻ കാത്തിരിക്കും പുതിയൊരു തീരുമാനവുമായി.